അപ്പൊ ഇനി നിങ്ങൾ ഉമ്മാന്റെ അടി കൂടെ വെപ്പ് എന്താണ് ഈ സാധനം വൃത്തിയാക്കുമ്പോഴും ഈ ഒരു സംഭവം ഇതാ അടി കൂടുള്ള വെപ്പാണ്. നിങ്ങൾ ചോദിച്ചില്ലേ തകിട് 1 രൂപ അരി ഇതൊക്കെ നിങ്ങൾ കാണണം. ഞാൻ എന്തിനാണ് ഇങ്ങനെ കുറിച്ച് ഇതാ ഈ പൂവില്ലേ ഇത് വാടിയിട്ട് അധികം ദിവസമായിട്ടില്ല. ഈ പൂവ് അധികം ദിവസമായിട്ടില്ല. തകിട് ഇതൊന്നും കൈകൊണ്ട് തൊടാനേ പാടില്ല പഠിച്ചോനെ. ഇതാ 1 രൂപ അരി ഈ ഒരു കാണിക്കേ ഈ ഒരു സാധനങ്ങള് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണം. എന്തിനാണ് എന്നെ കാണണ്ടാടാ? എന്തിനാണറിയോ? ഞാനും മക്കളും ഇവിടുന്ന് തല്ലുകൂടി തെറ്റി ഇവിടുന്ന് മനസ്സ് മുട്ടി മാറി ഇവിടുന്ന് പോണം. ഇതായിരുന്നു പണ്ടും എന്റെ കയ്യൂർക്കുള്ള ടൈമിലും പണ്ടും ഞങ്ങളുടെ പേരെ വെക്കല് ഈ ഒരു സംഭവം. ഇത് പടച്ചോനായിട്ട് എനിക്ക് കാണിച്ചു തന്നാണ്. പടച്ചോൻ ഓരോന്ന് എനിക്ക് എന്റെ മക്കൾക്കും കാണിച്ചു തരുന്ന സംഭവമാണ്. ഈ ഒരു പെറ്റ തള്ള ചെയ്യണ പരിപാടിയാണ്. 2 കൂടും തകിട് കൊടുന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഡപ്പ ഇത് പൂട്ടിയിട്ടാണ് പോവല്. ഈ സാധനം പൂട്ടാൻ പറ്റും. ഈ സാധനം ഞാൻ നോക്കലേ ഇല്ല. അപ്പൊ എനിക്കെന്തറിയോ, ഞാൻ ഇക്ക മരിച്ചതിന് ശേഷം എന്റെ താലി ചെയിനും ഞാൻ ഇന്നലെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ കെബീർ പറഞ്ഞിട്ടുള്ള ഒരു ലോക്കറ്റ്, ആ ലോക്കറ്റും ഇതിനുള്ളിലായതുകൊണ്ട് തന്നെ ഇതിന്റെ ചാവി കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ സാധനല്ലേ ഇങ്ങോട്ട് നോക്കടാ, നമുക്ക് ഈ സാധനല്ലേ ഇതിങ്ങനെ അത് ഉമ്മാക്കറിയില്ല. ഇതിങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു പറഞ്ഞാൽ ഈ സാധനം വരും. പൂട്ടിന്റെ സംഭവം ഈ പൂട്ടിന്റെ ആവശ്യമില്ല. അപ്പൊ സ്വന്തം മകളിലെ പേരക്കുട്ടികളെ ഇവിടുന്ന് മനസ്സ് മുട്ടി ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ടും 2 പെൺകുട്ടികളെ ഇവിടെ ഇപ്പൊ 2 മാസം വെക്കേഷനാണ്. ഞാൻ പോയിട്ട് വേണം അവർക്ക് ഇവിടെ വന്നിരിക്കാൻ. അതിനു വേണ്ടി ചെയ്തു വെച്ചാണ്. എന്താണ് അടികൂടുള്ള പണി എന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് അടികൂടുള്ള പണി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട്. നമ്മുടെ നബിക്ക് പോലും സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പഠിച്ചത് ഒരു വിവരം. അപ്പൊ നമ്മുടെ നബിന്റെ അനുയായികളായ നമുക്ക് എന്തായാലും ബാധിക്കും. അപ്പൊ ഇത് കണ്ടല്ലോ, ഇത് എന്റെ പടച്ചോൻ എനിക്ക് കാണിച്ചു തന്നാണ്, എനിക്ക് എന്റെ മക്കൾക്കും കാണിച്ചതാണ്. അപ്പൊ ഞാൻ ഇതെന്തായാലും ഇതൊക്കെ എടുത്ത് വലിച്ച് പുറത്തിടാൻ പോവാണ്. ഇവിടെയൊക്കെ ക്ലീൻ ആക്കി ഇവിടെയൊക്കെ ഞാൻ വരുന്ന ടൈമിൽ ഫുൾ മുഷിഞ്ഞു കിടക്കായിരുന്നു. ഇവിടെയൊക്കെ ഞാനാണ് എല്ലാ പൈസയും മുടക്കി ഇറക്കി എല്ലാ പൈസയും 2 ലക്ഷം ഉറുപ്പ്യ ഞാൻ ഈ വീട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. 10,60,000 ഉറുപ്പ്യന്റെ ഗോൾഡ് ഉമ്മാക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ 10,000 ഉറുപ്പ്യന്റെ അടുത്ത് 10,15,000 ഉറുപ്പ്യന്റെ അടുത്ത് ഞാൻ ഇവിടെ പെയിന്റ് അടിച്ചിട്ടും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ 1.5 കൊല്ലായിട്ട് ഞാൻ ഉമ്മാനി എന്റെ അനിയത്തിമാരും വരുമ്പോ 15 ദിവസം 20 ദിവസം, രണ്ടാമത്തെ അനിയത്തി 15 ദിവസം 20 ദിവസം, മൂന്നാമത്തെ അനിയത്തി വരും 15 ദിവസം 20 ദിവസം. ഞാൻ ഒരു സാധനം പൂട്ടി വെക്കലും എടുത്തു വെക്കലില്ല. ഞാൻ മാർജിൻ ഫ്രീന്ന് എങ്ങനെയാണോ സാധനങ്ങൾ വെച്ചത് അതങ്ങനെ ഞാൻ ഈ അടുക്കളയിൽ കൊണ്ടുവരും. കാരണം ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തീന്റെ ഗ്യാസിന്റെ ആവിയൊന്നും കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 1.5 കൊല്ലായിട്ട് ഞാൻ ഈ അടുക്കള ഭാഗത്തേക്ക് വരലില്ല. ഞാൻ ഇപ്പോഴാണ് ഈ അടുക്കള ഭാഗത്തേക്ക് വരല്. അപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കലാണ് പതിവ്. ഉമ്മ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ബില്ലിട്ടാ മതി പറഞ്ഞിട്ട് ഞാൻ എത്തിക്കലാണ് പതിവ്. അപ്പൊ ഇന്ന് 4 മണിക്ക് എണിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഇവിടെ വൃത്തിയാക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ ഉമ്മ എന്റെ അനിയത്തിമാര് ഇവരുടെ ഉമ്മാന്റെ ഗണത്തിലോ അനിയത്തിമാര് സഹോദരങ്ങളുടെ ഗണത്തിലോ പെടുത്താൻ പറ്റില്ല. ഇപ്പൊ എന്റെ 2ാമത്തെ അനിയത്തിന് ഞാൻ നല്ലത് പറഞ്ഞല്ലോ. എന്റെ 2ാമത്തെ അനിയത്തിക്ക് ഇവിടെ ഉമ്മ 1.5 മണിക്ക് എന്നെ ആട്ടി പുറത്താക്കി. എന്റെ മോൻ ഇവിടെ വെച്ചാതുട്ടി എന്താന്നുണ്ടായത്? അതെന്താണ്ടായത്? കറണ്ട് നീ ലൈറ്റ് ഉമ്മമാന്റെ ഓഫാക്കിട്ട് ബാത്റൂമത്തിൽ ലൈറ്റ് ഇട്ടോളല്ലേ, ഫാൻ ഓഫാക്കിട്ട് പറയടാ. ഞാനപ്പോ പുറത്ത് ലൈവായിരുന്നില്ലേ? ബാത്റൂം പോണം പറഞ്ഞപ്പോ പുറത്തത്തെ ബാത്റൂമത്തെ ലൈറ്റ് ഇട്ടിട്ട് ഫാൻ ഓഫ് ആക്കി. അപ്പോഴാണ് മമ്മ വിളിച്ചിട്ട് എന്നെ തുറച്ചു നോക്കിട്ട് ചീത്ത പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ എന്റെ കുട്ടിനെ അങ്ങനെ നോക്കണേ? ഈ രാത്രി 1.5 മണിക്ക് 2 മണിക്ക് നിങ്ങൾക്ക് ഉറക്കൂല്ലേന്ന് ഇവിടെ കാണിക്കും. ഈ 2 മണിക്കൊന്നും ഉറക്കൂല്ലേ നിങ്ങൾക്ക്? ഞാൻ ലൈവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാന് ഉള്ളിൽ നിന്ന് മുഖത്ത് ഫേസിൽ ക്രീം ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമില് ഈ ഉമ്മ എണീറ്റിട്ട് ഈ കട്ടിൽ നിന്ന് നിങ്ങൾ കാണിച്ചുതരാം. ഈ കട്ടിൽ ഇവിടെയൊക്കെ ഞാൻ ഒതുക്കാണ്. ഈ കട്ടിൽ നിന്ന് എണീച്ചിട്ട് മോൻ അവിടെ കിടക്കുന്നുണ്ട്. അതാണ്ട് ആ കിടക്കുന്ന നീല ആ സംഭവത്തില് പഠിക്കേ നീല ആ മോൻ അവിടെ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ടിൽ നിന്ന് എണീച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിനെ. അത് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വരുമ്പോ ഞാനത് കണ്ടു. എന്നാൽ ഞാൻ ചോദിച്ചു എന്താ ഇത്ര വല്ലാണ്ട് എന്റെ കുട്ടീനെ നോക്കാനെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നിന്റെ കുട്ടി കാണിച്ചത് കണ്ടില്ലേ? നിന്റെ കുട്ടി ലൈറ്റ് ഫാൻ ഓഫ് ആക്കിയിട്ട് അവനെ ലൈറ്റ് ഇട്ടു. ലൈറ്റ് എന്നിട്ട് അവനെ മറന്നിട്ട് എന്റെ കുട്ടി മറന്നിട്ടാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ 6:30 മണിക്ക് TV ഇട്ടാ 11:30 വരെ TV കാണുന്നുണ്ട്, സീരിയൽ കാണുന്നുണ്ട്. അപ്പൊ ഈ ടിവിയിലെ ഇപ്പൊ കാണിച്ചു തരാം. ഇതാ കാണുന്ന TV
ഈ സംഭവം ഈ ടി വി ഇപ്പൊ ഞാൻ അന്ന് ഉംറയ്ക്ക് പോകണ അമ്മായി മാമ അവിടെ പോയിരുന്നു 1 മാസം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഈ ടി വിയില്ലേ, ഈ ടി വിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാല് ഈ ടി വി ഇടയ്ക്കിടയ്ക്ക് ഓഫാവും. 2 മിനിറ്റ് കൂടുമ്പോൾ ഇത് ഓഫാവും. അപ്പൊ ഈ 6:30ക്ക് ടി വി പകലും സീരിയൽ കാണുന്നുണ്ടാ. പകല് തൊഴിലുറപ്പിന് ഇതിനൊന്നും പോയില്ല, പണിക്ക് പോയില്ല പറഞ്ഞ ഈ കട്ടിലിൽ കടന്ന് സീരിയൽ കാണലാണ് പണി. ഈ സീരിയല് കണ്ടിട്ടാണ് നാശമാവണത്. എങ്ങനെയൊക്കെ അമ്മായിമ്മമാരും ഉമ്മമാരും വേറുള്ളവരും എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. ഇനി ഞാൻ സീരിയലുകാരനെ നേർക്ക് തിരിഞ്ഞെന്ന് പറയണ്ട, പക്ഷെ സത്യം അതാണ്. കാരണം പഠിച്ച വിവരം ഇവർക്ക് ഇല്ല. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവര് ചെയ്യുന്ന പരിപാടികളാണിത്. എന്നിട്ട് ഈ സീരിയല് എന്താണ് കണ്ടിട്ട് ഈ 2 മിനിറ്റ് കൂടുമ്പോ ഈ ടി വി ഓഫ് ആവും. ഈ ടി വി ജാമ്പുവാന്റെ കാലത്തുള്ള ടി വിയാണ്. ഇവിടുത്തെ ടി വി കേട് വന്നപ്പോ 2 ടി വി ഞാൻ മേടിച്ചു. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ടി വി ഓണാണോ? വീഡിയോ ഓണാണോ? അതല്ല എന്താ വേറെ ഒരു താത്ത. ശരി വീഡിയോ ഓണാണല്ലോ. വീഡിയോ ആണോ? അപ്പൊ വീഡിയോ ക്യാമറമാൻ നമ്മുടെ ഷാരിക്കുമോനാണ് കേട്ടോ. കാണിച്ചിട്ട് ഇത് ഞാൻ കാണിച്ച് എല്ലാവരെയും ഞാൻ വിളിച്ചോണത്തി ഈ സംഭവം കാണിച്ചാണ്. ഉമ്മമ്മാന്റെ എല്ലാ മക്കളും അറിയണം. എന്റെ മക്കൾ അറിയണം. എന്റെ മക്കള് അറിയാത്ത ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. കാരണം ഇപ്പൊ വളർന്നു വരുന്ന സാഹചര്യം എന്താണ്, ഏതിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോണത്. അടുത്ത് അവര് വളർന്നു വരുന്ന അവര് നാളെ അവരുടെ ഉപ്പാനെ പോലെ ഒരു വ്യക്തി ആവുമ്പോൾ എന്തൊക്കെ നമ്മൾ നേരിട്ടു എന്ന് എന്റെ മക്കൾ അറിയണം. എന്റെ മക്കൾ അറിയാത്ത ഒരു കാര്യം മക്കളുടെ മുന്നിൽ അങ്ങനെ പറയാൻ പറ്റും. എടോ, മക്കളുടെ മുന്നിലാണോ തുണി നോക്കി കാണിക്കുന്നത്? മക്കളുടെ മുന്നിലാണോ ഈ അരക്കുന്ന കീപ്പിട്ടുള്ള അനാവശ്യങ്ങൾ പറയുന്നത്? എന്റെ അനിയത്തിമാരുടെ മക്കൾ വന്ന വായി തോന്നിയ അനാവശ്യമാണ്. കള്ളൂടി എന്റെ മക്കള് അനാവശ്യേ പറയൂ. അപ്പൊ അവൾക്ക് ഞാൻ 1:30-2 മണിക്ക് അപ്പൊ ആ ടിവിന്റെ കാര്യം അങ്ങനെ ആ ടി വി ഈ മിനിറ്റ് ഓഫ് ആകുമ്പോ ഈ തള്ള ഇവിടെ നിന്ന് എണിച്ചു പോയി ആ ടി വി ഓണാക്കി കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ ആലോചിച്ചോളൂ. എന്റെ കുട്ടികൾക്ക് കൊച്ചു ടി വി വെച്ചു കൊടുക്കാറില്ല. 1.5 കൊല്ലമായിട്ട് നേരെ പിടിക്കാൻ പോകും. 1.5 കൊല്ലമായിട്ട് കേബിളിന്റെ ബില്ലും കറന്റ് ബില്ലും ബാക്കിയുള്ളതും വെള്ളത്തിന്റെ ബില്ലും എല്ലാ സംഭവങ്ങളും ചെയ്യുന്ന എന്റെ കുട്ടികൾക്ക് ടി വി ഇട്ട് കൊടുക്കാറില്ല, കൊച്ചു ടി വി ഇട്ട് കൊടുക്കാറില്ല. എന്നിട്ടാണ് ഞാൻ റൂമില് എന്റെ കൈവിർക്ക എനിക്ക് മരിച്ചു പോണതിന് മുന്നേ LED ടി വി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വാടകയ്ക്ക് ഇരിക്കുന്ന ടൈമില് എനിക്ക് ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. എനിക്ക് മേടിച്ചു തരാത്ത സാധനങ്ങളില്ല. വാഷിംഗ് മെഷീന് എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞപ്പോ 4ാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് ആ സാധനം മേടിച്ചു തന്നിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജ് മാത്രം ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം എന്താണ്, വാടക പെരകൾ മാറുന്ന ടൈമില് ഫ്രിഡ്ജ് തൂക്കിയിട്ട് നടക്കാൻ പറ്റില്ല. ഫ്രിഡ്ജ് തൂക്കിയിട്ട് നടന്നാൽ ഫ്രിഡ്ജിന്റെ അടിഭാഗം പോയാൽ പിന്നെ അത് കത്തിക്കല് കഴിഞ്ഞു. അപ്പൊ 10-25,000 റുപ്യ നമ്മൾ അതിന് നഷ്ടപ്പെടും. അപ്പൊ ഇക്ക എന്തിനു വേണ്ടിട്ട് മോനെ കൈയടയുണ്ടാ മോനെ ചാതുർന്ന് പിടിച്ചടാ ക്യാമറ. നീ മാറിക്കോ ശരിക്ക് പോയി പല്ലിച്ചാ പല്ലിച്ചിട്ട് ബാബു നിർദ്ദേശിക്കില്ല. ഷേപ്പ് പോ നിസ്കരിക്കാനോ ഉള്ളെടുത്തിരിക്കാൻ വന്നപ്പോ വേമ്പോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എന്റെ മക്കള് നശിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. എന്നിട്ടും നീ എന്താ ഇവിടുന്ന് വാടക വീട്ടിലേക്ക് മാറാത്തെന്ന് ചോദിച്ചാ 15 കൊല്ലം ഞാൻ ഇതിനുള്ളിലേക്ക് വന്നിട്ടില്ലടോ. എന്തിനാണോ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് എന്റെ ഇക്ക പറഞ്ഞയച്ചിട്ടില്ല. എന്താണ് എന്റെ ഉമ്മ എന്താണ്, എന്റെ അനിയത്തിമാരെന്താണ്, അവരുടെ ക്യാരക്ടർ എന്താണെന്ന് എന്റെ ഇക്കാക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ എന്റെ മക്കളിനെ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല. അതിന്റെ മുന്നേ ഇവിടെ ഇക്ക മരിക്കുന്നതിന്റെ ഒരു കൊല്ലം മുന്നേ 1-2 കൊല്ലം മുന്നേ 6 മാസത്തെ ഒരു